പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എന്നെ കേൾക്കുന്ന പ്രിയ ജനത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. അപ്പോൾ ഈ പ്രിയ മക്കളുടെ ജീവിതത്തിൽ കർത്താവെ ഇന്ന് നേരിടുന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ കർത്താവെ അങ്ങ് വ്യക്തമായി എവിടുന്ന് അറിയുന്നുവല്ലോ കർത്താവ്. എന്നെ കേൾക്കുന്ന ഈ ഓരോ മക്കളുടെ ജീവിതത്തിൽ അപ്പോൾ ഈ പ്രാർത്ഥന, ഈ സന്ദേശമോടുന്നൊരു അനുഗ്രഹമായി മാറട്ടെ കർത്താവെ. അപ്പോൾ ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ ഒരു കർത്താവ്, വലിയൊരു കർത്താവെ, ഒരു മാറ്റമോടുന്ന് സംഭവിക്കട്ടെ കർത്താവ്. ഇന്ന് വരെ മക്കളുടെ ജീവിതത്തിലൊന്ന് സന്തോഷമില്ലേ കർത്താവ്, ഒരു സമാധാനമില്ലേ, സ്വസ്ഥതയില്ലേ? അങ്ങനെ ഇരിക്കുന്ന മക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. ഈ നിമിഷം മുതൽ അവരുടെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവട്ടെ, അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. ദൈവമേ, രോഗബന്ധനങ്ങൾ അവിടെ നഴിഞ്ഞു മാറട്ടെ. അപ്പം ദൈവമേ, അങ്ങയുടെ കരം ഇന്ന് മക്കളെ തൊടണം കർത്താവെ. അപ്പം ഇവർ നേരിടുന്ന പ്രതിസന്ധികളുടെ മേൽ ഇവരുടെ വലിയൊരു അനുഗ്രഹം ഇവരൊന്ന് നേരിട്ടെ കർത്താവെ. അപ്പം ആ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ആ തലമുറ ഇവിടെ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് വിടുവിക്കപ്പെട്ട കർത്താവെ. അപ്പം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, തലമുറകൾക്ക് അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം സംഭവിക്കട്ടെ. ദൈവമേ, രോഗബന്ധനങ്ങൾ ഇവരിൽ നിന്ന് ഒഴിഞ്ഞു മാറട്ടെ കർത്താവെ. അങ്ങയുടെ കരം ഈ മക്കളെ അവിടെ നിന്ന് തൊടുന്നതിനായി നന്ദി അപ്പം. ദൈവമേ, നിന്റെ സന്തോഷവും സമാധാനവും കർത്താവെ ഈ പ്രിയ ജനത്തിൻ്റെ മേലോടെ നിന്ന് തൊടുന്നതിനായി സ്തോത്രം കർത്താവെ. ആരൊക്കെയോ തീവ്രമായ തലവേദനയാൽ എന്നെ കേൾക്കുന്ന ആരൊക്കെയുണ്ട്. സാധാരണ ഒരു തലവേദനയല്ല ഇത്, മരുന്നുകൾ കഴിച്ച് മടുത്തു, എന്ത് ചെയ്താലും എന്ത് എടുത്താലും എപ്പോഴും തലവേദനയാൽ എന്നെ കേൾക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. എപ്പോഴും തലവേദന കൊണ്ട് ഒന്ന് സ്വസ്ഥമായി ഒന്ന് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല, ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ വേദന ഇങ്ങനെ അസഹ്യമായ വേദന. സാധാരണ ഒരു വന്നു പോകുന്ന തലവേദനയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അസഹ്യമായൊരു തലവേദനയാൽ എന്നെ കേൾക്കുന്ന ആരോ, എന്നെ കേൾക്കുന്ന ആ വ്യക്തി ആരായിരുന്നാലും ഇന്ന് നിങ്ങൾക്ക് വിടുതലുണ്ട്. ആ തലവേദന ഇന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ ശരീരത്തിൽ നിന്നും അവിടെ നിന്ന് ഇറങ്ങി മാറാൻ യേശുവിൻ്റെ നാമത്തിലൂടെ കൽപ്പിക്കുന്നു കർത്താവേ. ഇന്നവരെ തൊടുന്നതിനായി നന്ദി, ഇന്നവരെ വിടുവിക്കുന്നതിനായി നന്ദിയപ്പ കർത്താവ്. ഈ പ്രിയ ജനമോടൊന്ന് അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവ്. ഈ പ്രിയ ജനമോടൊന്ന് സ്വസ്ഥത പ്രാപിക്കട്ടെ കർത്താവ്. ഈ പ്രിയ ജനമോടൊന്ന് അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹമായി മാറട്ടെ കർത്താവ്. ഇവരുടെ ജീവിതമോടൊന്ന് കർത്താവെ അനുഗ്രഹിക്കണമപ്പ. ദൈവമേ, മറ്റുള്ളവർ അസൂയപ്പെടുമാറി മക്കളുടെ ജീവിതമോടൊന്ന് അനുഗ്രഹമായി തീർക്കണം. എല്ലാ നന്മകളാലും ഇവിടുന്ന് അനുഗ്രഹിക്കുന്നപ്പ. ദൈവമേ, ഇവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ കർത്താവേ, ആമേൻ. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാവശ്യം ഞങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ നമ്മളെ കിട്ടുന്നതായിരിക്കും. നമ്മളോട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാം. മാത്രമല്ല, കമൻറ്റായി നിങ്ങളുടെ വിഷയങ്ങളെ അറിയിക്കാവുന്നതാണ്.